ഒരു ബേസിക് ഡിഗ്രി ഉള്ളവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ഒരു കേന്ദ്ര സർക്കാർ ജോലി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഡോളറിൽ നിങ്ങൾക്ക് സാലറി വാങ്ങാനും സാധിക്കും. ഇത്രയുമല്ല, ഒട്ടനവധി പ്രിവിലേജ് ഉള്ള ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോസ്റ്റുകളെല്ലാം വരുന്നത് നമ്മുടെ SSC കണ്ടക്ട് ചെയ്യുന്ന CGL എക്സാമിലെ ഒരു പോസ്റ്റിന്റെ പ്രിവിലേജസ് ആണ് ഈ പറഞ്ഞതെല്ലാം ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഈ പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഇത്രയും നേരവും പറഞ്ഞത് ഒരൊറ്റ പോസ്റ്റിനെ കുറിച്ചാണ്, ASO ഇൻ MEA, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസർ. നമ്മുടെ SSC CGL എക്സാമിലെ ഒരു പോസ്റ്റാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ക്ലറിക്കൽ പോസ്റ്റാണ് ASO ഇൻ MEA. ഒരുപാട് പ്രിവിലേജസ് ആണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് പോസ്റ്റിംഗ് ലഭിക്കും, ഡോളറിൽ നിങ്ങൾക്ക് സാലറി വാങ്ങിക്കാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന പാസ്പോർട്ടിന്റെ നിറം പോലും സിവിലിയൻ പാസ്പോർട്ടിനെ ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് SSC CGL Tier 1 എക്സാംസ് ആണ്. ഇപ്പോൾ ആ ഒരു CGL Tier 1 എക്സാമിന്റെ പാറ്റേൺ ഞാനൊന്ന് നിങ്ങളെ അറിയിക്കാം. നോക്കി, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. ഈ 4 ടോപ്പിക്കാണ് Tier 1 നിങ്ങൾക്ക് വരിക. എല്ലാം 25 ക്വസ്റ്റ്യൻസ് ആണ് ക്യാരി ചെയ്യുക. 50 മാർക്ക്. ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതാണ് Tier 1ന്റെ പാറ്റേൺ. ഇനി Tier 2ലേക്ക് പോയാലോ? ഈ സബ്ജക്ട്സിനൊന്നും ഒരു മാറ്റവും ഇല്ല. അവിടെയും നിങ്ങൾക്കുള്ളത് മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, അവയർനെസ്, ജനറൽ അവയർനെസ് തന്നെയാണ്. സെക്ഷൻ 1ൽ നിങ്ങൾക്ക് മാത്സ് പ്ലസ് റീസണിംഗ് ആണ് ലഭിക്കുക. ഓരോന്നും 30 ചോദ്യം വീതം, 60 ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ 2ൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് ലഭിക്കുക. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് ലഭിക്കുക. രണ്ടും കൂടെ 70 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അങ്ങനെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം കൂടെ നിങ്ങൾ 130 ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇനി സെക്ഷൻ 3 ഉണ്ട്. സെക്ഷൻ 3 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഒരു എക്സാം അല്ലെങ്കിൽ മാത്സോ, റീസണിങ്ങോ, ഇംഗ്ലീഷോ, GK ഒന്നുമല്ല. അവിടെ ഉള്ളത് 20 കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതായത് 15 മിനിറ്റിൽ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് സെക്ഷൻ 3യിലുള്ളത്. ഈ സെക്ഷൻ 3 ക്വാളിഫൈ നേച്ചർ മാത്രമാണ്, മാർക്ക് കൺസിഡർ ചെയ്യില്ല. ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് മാത്രം മതി. ഇതാണ് SSC CGL Tier 1 Tier 2 എക്സാം പാറ്റേൺ എന്ന് പറയുക. ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒരു പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പ്രിവിലേജസും ഓരോ കാര്യങ്ങളും ഈ പോസ്റ്റിന്റെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് കിടക്കാം. നോക്കി, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിംഗ് വഴി ലഭിക്കുക ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഫോറിൻ പോസ്റ്റിംഗ് ലഭിക്കും, ഓവർസീസ് ഡിപ്ലോയ്മെന്റ് ലഭിക്കും. അതുവരെ നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഡൽഹിയിലായിരിക്കും. ഏകദേശം 95% നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഡൽഹിയിലായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ജോലി ചെയ്യേണ്ടത് അവിടെ ഡൽഹിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഫോറിൻ പോസ്റ്റിംഗ് ലഭിക്കും. അങ്ങനെ നിങ്ങൾ വിദേശത്ത് ഡിപ്ലോയ് ആവും. ക്ലിയർ ആണോ? ഇതാണ് എന്ത്, ഓവർസീസ് ഡിപ്ലോയ്മെന്റിന്റെ ഒരു കാറ്റഗറി വരിക. ഇതാണ് ആദ്യത്തെ പ്രിവിലേജ്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്രിവിലേജ്, ഫോറിൻ പോസ്റ്റിംഗ് ലഭിക്കും. അടുത്ത ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോറിൻ പോസ്റ്റിംഗ് ലഭിച്ചാലുള്ള അലവൻസ് എന്താ? ഒരുപാട് അലവൻസ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലികൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. പക്ഷേ ഒരു വിദേശ രാജ്യത്ത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ ചിലവായിരിക്കില്ല അവിടെ. അപ്പോൾ ഈ സാധാരണയുള്ള ഹൗസ് അലവൻസ്, ട്രാവൽ അലവൻസിന് പുറമേ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അലവൻസ് ആണ് ഫോറിൻ അലവൻസ്. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ ASO പോസ്റ്റിൽ നിങ്ങൾ കയറുകയാണ്, നിങ്ങൾക്ക് 71,000 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് പേ. ആദ്യം നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുക 71,000 രൂപയായിരിക്കും. അത് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് പുറമെ ഈ ലഭിക്കുന്ന സാലറി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയാണ്. ഇതിന് പുറമെയാണ് ഫോറിൻ അലവൻസ് ലഭിക്കുക. ഫോറിൻ അലവൻസ് ഏകദേശം
2000 മുതൽ 3000 രൂപയല്ല, ഡോളർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഏകദേശം 2000 മുതൽ 3000 ഡോളർ വരെ, അല്ലെങ്കിൽ 2000 മുതൽ 3500 4000 ഡോളർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒരു ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 100 രൂപയാണ് ഒരു ഡോളറിനുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, 2000 മുതൽ 4000 ഡോളർ വരെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാസം 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ നിങ്ങൾക്ക് അലവൻസ് മാത്രമായിട്ട് ലഭിക്കും. സാലറിയുടെ പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രിവിലേജ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് നോക്കി, ഈ ഒരു നിങ്ങളുടെ സാലറിക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. നിങ്ങൾ ടാക്സബിൾ ആണ്. നിങ്ങളുടെ സാലറിക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, ഉറപ്പായിട്ടും ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ മേടിക്കുന്ന ഫോറിൻ അലവൻസിന് 1 രൂപ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാലറി ആയിരിക്കും, അല്ലെങ്കിൽ അലവൻസ് ആയിരിക്കും. ഇതാണ് ഫോറിൻ അലവൻസ്. ഇതാണ് ASO, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ ഒരു പേയ്മെന്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രിവിലേജ് കൂടെ പരിശോധിക്കാം. ഒഫീഷ്യൽ പാസ്പോർട്ട്. എന്താണ് ഒഫീഷ്യൽ പാസ്പോർട്ട്? നമ്മൾ ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന പാസ്പോർട്ട് എന്താ? സിവിലിയൻ പാസ്പോർട്ട്സ് ആണ്. അതൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്ന, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടങ്ങളിൽ കണ്ടു കാണും, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കാണും. അപ്പോൾ സിവിലിയൻ പാസ്പോർട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോയ് ആകുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ജോലി ചെയ്യാൻ സാധ്യതയുള്ളത്? അവിടുത്തെ എംബസിയിൽ തന്നെയായിരിക്കും. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എന്താ പറയുന്നത്, എക്സാം എഴുതി ക്ലിയർ ചെയ്ത ഓഫീസേഴ്സിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യുക, അവരുടെ ഫയൽസ് നീക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ വരുന്നത് സമ്മിറ്റ്സ് വരും, കോമൺവെൽത്ത് പോലെയുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. മാക്സിമം ക്ലറിക്കൽ ജോലി തന്നെയായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് വൈറ്റ് പാസ്പോർട്ട് ആയിരിക്കും. അതായത് ഒഫീഷ്യൽ പാസ്പോർട്ട്. നിങ്ങൾ ഈ ഒരു ജോലിയിൽ പ്രവേശിച്ച് വിദേശ യാത്ര നടത്തുന്നത്, നിങ്ങൾ ടൂറിന് പോവുകയോ അല്ലെങ്കിൽ ബിസിനസ് യാത്രയോ ഒന്നുമല്ല നടത്തുന്നത്, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്താണ് നിങ്ങൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ ഒഫീഷ്യൽ പാസ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ തന്നെ പ്രിവിലേജസ് ഉണ്ട്. ഒന്ന് നോക്കി, ഈ സാധാരണയുള്ള ഒരു ബാഗേജ് ചെക്കിങ്ങും നിങ്ങൾക്ക് ആവശ്യമില്ല. പ്രീമിയം ട്രാൻസിറ്റ് ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു പാസ്പോർട്ട് ഹോൾഡറിന് ലഭിക്കുക. അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്ത ഒരു പ്രിവിലേജ്. ഇനിയും ഒരുപാട് പ്രിവിലേജസ് ഈ ഒരു ജോലിക്കുണ്ട്. അതേപോലെ തന്നെ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞത് തന്നെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സബ്മിറ്റ്സ് അറേഞ്ച് ചെയ്യുക, ഒരു ഡെലിഗേറ്റിനെ വെൽക്കം ചെയ്യുക, അല്ലെങ്കിൽ ഡെലിഗേറ്റ്സിന്റെ കാര്യം നോക്കുക. ഇങ്ങനെയുള്ള ഗ്ലോബലി അക്ലെയിം ചെയ്യുന്ന ഒരു മീറ്റിംഗ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോർഡിനേഷന്റെ ഭാഗമാകേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങളൊരു ഭാഗമാകുക എന്നൊന്ന് ചിന്തിച്ചേ. എത്രത്തോളം പ്രിവിലേജ് ആണ് അത് തരിക? ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലിയാണ് ASO ഇൻ NEA. SSC CGL എക്സാം ക്ലിയർ ചെയ്ത് ഒരു ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ ഹെൽത്ത് കെയറിന്റെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് പ്രിവിലേജസ് ലഭിക്കും. നിങ്ങളുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഫ്രീ ആയിരിക്കും. നിങ്ങൾ എവിടെയാണോ അവിടുത്തെ ടോപ്പ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും നിങ്ങൾക്ക് ചികിത്സ ലഭിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും, നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിന്, അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ, ഇങ്ങനെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു പ്രിവിലേജ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഹെൽത്ത് കെയർ ആർക്കിടെക്ചർ പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് 2 കുട്ടികൾ വരെ നിങ്ങൾക്ക് +2 വരെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും എഡ്യൂക്കേഷൻ. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഗവൺമെന്റ് നിങ്ങളുടെ കുട്ടികളുടെ പഠന ചിലവ് വഹിക്കും. 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകില്ല.
ഓരോ 3 വർഷം കൂടുമ്പോഴും ബാഗ് പോലും കുട്ടികൾക്ക് ലഭിക്കും. ഓരോ 3 വർഷം കൂടുമ്പോഴും ബാഗ്, സ്കൂൾ ബാഗ് കുട്ടികൾക്ക് ലഭിക്കും. ഇനി അത് കഴിഞ്ഞാൽ ഈ +2 കഴിഞ്ഞെന്നിരിക്കട്ടെ, പല കോളേജസിലേക്കും, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പല കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഏകദേശം ഒരു 50 to 60% മാർക്ക് ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസും ലഭിക്കും. ഇതാണ് നിങ്ങളുടെ കുട്ടികളുടെ പ്രിവിലേജ് വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ മൊത്തവും ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ഇനി നോക്കി സ്ട്രാറ്റജിക് കോർ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഓരോ ഗവൺമെന്റ് ആക്ടിവിറ്റീസിനും നിങ്ങളൊരു ഭാഗമായിരിക്കും. നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ പോലും നിങ്ങൾ ജോലി ചെയ്യേണ്ടത് സൗത്ത് ബ്ലോക്ക്, അതേപോലെ തന്നെ പാട്ടിയാല ഹൗസ് പോലെയുള്ള സമുച്ചയങ്ങളാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ വെറും ബിൽഡിംഗ് അല്ല, ഈ ഒരു ബിൽഡിങ്ങിന് പല പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ജോലി ചെയ്യുക. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കും. ഈ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന പല തീരുമാനങ്ങളുടെയും ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ASO in NEA. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോറിൻ യാത്രകൾ അല്ലെങ്കിൽ ഫോറിൻ എംബസികളിൽ 190 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രീറ്റ് നടക്കുകയാണെങ്കിൽ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നതായിരിക്കും നിങ്ങളുടെ ജോലി. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി വരിക. ഇനി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫോറിൻ പോസ്റ്റിംഗ് ലഭിക്കുമെന്ന്. ആ ഫോറിൻ പോസ്റ്റിംഗ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഞാനത് പറയാം. സൂപ്പർ കാറ്റഗറി, A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി ആൻഡ് ഹാർഡ് C കാറ്റഗറി. നിങ്ങൾക്ക് ലഭിക്കുന്ന സിറ്റികളുടെ കാറ്റഗറീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സൂപ്പർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക്, ടൊറന്റോ, വാഷിംഗ്ടൺ DC പോലെയുള്ള നഗരങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. ഇനി A കാറ്റഗറിയിലാണെങ്കിലോ ലണ്ടൻ, പാരീസ് പോലെയുള്ള നഗരങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇനി B കാറ്റഗറി ആണെങ്കിൽ ഷിക്കാഗോ പോലെയുള്ള നഗരങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. C കാറ്റഗറി ആണെങ്കിൽ കുവൈറ്റിലും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ഹാർഡ് C കാറ്റഗറി. ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ലോകത്തെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള നഗരങ്ങളിലാണ് ഹാർഡ് C കാറ്റഗറി വരിക. ഫോർ എക്സാമ്പിൾ കാബുൾ, കാണ്ഡഹാർ പോലെയുള്ള സിറ്റിയാണ് ഹാർഡ് C കാറ്റഗറിയിൽ വരിക. ഇവിടെ എല്ലാം പോസ്റ്റിംഗ് ലഭിച്ചാലും മാക്സിമം നിങ്ങൾ 3 വർഷമായിരിക്കണം ഈ ഒരു നഗരത്തിൽ സർവീസ് ചെയ്യേണ്ടി വരിക. അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ തന്നെ അടുത്ത പോസ്റ്റിംഗ് നിങ്ങൾക്ക് അടുത്ത സിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ആ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സിറ്റികളുടെ എണ്ണം അല്ലെങ്കിൽ സിറ്റികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ന്യൂയോർക്ക് പോലെയുള്ള നഗരങ്ങളിൽ, ടൊറന്റോ, വാഷിംഗ്ടൺ DC പോലെയുള്ള നഗരങ്ങളിൽ ജോലി ചെയ്യാൻ നമ്മുടെ യുവാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നഗരങ്ങളാണ് ഇതെല്ലാം. അവിടെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി, ഒരു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതിലും കൂടുതൽ പ്രിവിലേജ് ഉള്ള ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. നിങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടി വരിക? ഇന്ത്യയിലാണെങ്കിൽ 3 BHK ഫ്ലാറ്റിലായിരിക്കും അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ടി വരിക. 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും. ഇനി വിദേശത്താണെങ്കിലും ഈ ഒരു മാനദണ്ഡം പാലിക്കേണ്ടി വരും. 3 BHK ഫ്ലാറ്റ് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് 2 ടയർ AC കോച്ചിലായിരിക്കും, ട്രെയിനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ട്ലി ഫ്ലൈറ്റിലായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരിക. ഇത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റ് വഴി. നോക്കി, എന്തുകൊണ്ടാണ് ASO in NEA മറ്റു പോസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ആനുകൂല്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് പാസ്പോർട്ട്, ഡോളറിൽ നിങ്ങൾക്ക് അലവൻസ് ലഭിക്കും, കുട്ടികളുടെ പഠനം, ഫാമിലിയുടെ ടേക്ക് കെയർ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ നിന്ന് മാത്രമായിരിക്കും ലഭിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ
ഡിപ്ലോയ്മെന്റ്സ്, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്, പ്രസ്റ്റീജ്, ഈ ഒരു ജോലിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളുടെ പേരൻസ് പറയുക എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ എന്തായിരിക്കും കേൾക്കുന്നവർ ചിന്തിക്കുക? അല്ലെങ്കിൽ എന്താ, എന്തെങ്കിലും എംബസി വഴി കയറി പോയി അല്ലെങ്കിൽ കാനഡയിലോ എവിടെയെങ്കിലും ആയിരിക്കും ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയായിരിക്കും എന്നല്ലേ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരൻസ് പറയുന്നു അല്ല, ഒരു ഗവൺമെന്റ് ജോലിയാണ്, അവിടെയാണ് അവന് പോസ്റ്റിംഗ് അല്ലെങ്കിൽ അവൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചത്. ആ ഒരു പേരൻസിന്റെ സന്തോഷം ഒന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിന്റെ, വൈഫിന്റെ, ഹസ്ബൻഡിന്റെ സന്തോഷം ഒന്ന് ആലോചിച്ച്. ഇതുകൊണ്ടാണ് ഈ ASO in MEA എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ പോസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്കി, നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതയെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ കയറുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ടാണ്. ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് സെക്ഷൻ ഓഫീസറിലേക്ക് പ്രൊമോഷൻ ലഭിക്കും ടെസ്റ്റ് വഴി. അല്ല എന്നുണ്ടെങ്കിൽ 8 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് നോർമലി പ്രൊമോട്ടഡ് ആവും നിങ്ങൾ സെക്ഷൻ ഓഫീസറായിട്ട്. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അണ്ടർ സെക്രട്ടറി ആവാം, ഡെപ്യൂട്ടി സെക്രട്ടറി ആവാം, ഡയറക്ടർ വരെ എത്താം. പക്ഷേ നിങ്ങൾ മാക്സിമം എത്തുക ഡെപ്യൂട്ടി സെക്രട്ടറി വരെ ആയിരിക്കും. അതിന് ഉള്ളിൽ നിങ്ങളുടെ കാലയളവ് കഴിയും, റിട്ടയർമെന്റ് പീരീഡ് വരും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വിരമിക്കാം. ഇത്രയും പ്രൊമോഷൻ സാധ്യതയുള്ള ജോലിയാണ് ASO in MEA. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ASO in MEA പല കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജസ് ആണ്. ഒരൊറ്റ ജോലി, ഒരൊറ്റ ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജസ് ആണ്. ഇതെല്ലാം നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു കോഴ്സ് SSC CGL അല്ലെങ്കിൽ SSC എക്സാംസിനും എല്ലാ എക്സാംസിനും വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി ദിശ അക്കാഡമിയിൽ സജ്ജമാണ്. നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്നത് തന്നെയാണ്. അതിൽ ഒന്ന് തന്നെയാണ് ദിശ അക്കാഡമി. ഇത്രയും നാളുകളായി ഒരുപാട് ജോലിയിലേക്ക് ഒരുപാട് ആസ്പിറൻസിനെ പ്രവേശിപ്പിക്കാൻ ദിശ അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ദിശ അക്കാഡമി. ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കി, രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും ആദ്യത്തെ ക്ലാസിന്റെ സ്ട്രക്ചർ. ഇത് 6 മാസമാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുക. 6 മാസമാണ് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുക. ആദ്യ മാസം 10 മുതൽ 1 മണി വരെ ക്ലാസ്സസ് ആണ്. ഫാക്കൽറ്റീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാത്സ്, റീസണിംഗ്, GK, ഇംഗ്ലീഷ് ടോപ്പിക്സ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. അത് കഴിഞ്ഞ് 1:40 മുതൽ 4:15 വരെ മെന്ററിംഗ് സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. മെന്ററിംഗ് സെഷൻ 60 ഡേ മെറ്റീരിയൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 60 ദിവസം മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിലും ഇംഗ്ലീഷിന്റെ വൊക്കാബ് കാണും, മാത്സ് അല്ലെങ്കിൽ റീസണിംഗ് കാണും, GK സെഷൻ കാണും. ഇങ്ങനെയുള്ളതാണ് ഓരോ മെറ്റീരിയലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കും 1:40 മുതൽ 4:15 വരെ നടക്കാം. അതേപോലെ തന്നെ 1:40 മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ പാർട്ടായിട്ട് 1:40 മുതൽ 2 മണി വരെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കറണ്ട് അഫയേഴ്സും, അതേപോലെ തന്നെ വൊക്കാബ് വരുന്നത് ഹിന്ദു എഡിറ്റോറിയൽ, ദ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ നിന്നായിരിക്കും നമ്മൾ വൊക്കാബ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ തരിക. ഇതായിരിക്കും ആദ്യത്തെ 20 മിനിറ്റ്. ആ 20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 2 മണി മുതൽ 4:15 വരെ മെന്ററിംഗ് സെഷൻ ആയിരിക്കും. 60 ഡേ മെറ്റീരിയലിന് പുറമെ നമ്മൾ ക്ലാസ് വർക്ക് മെറ്റീരിയൽ കൂടി കയറും. ക്ലാസ് വർക്ക് മെറ്റീരിയൽ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. 6 മാസം 60 മെറ്റീരിയൽ അല്ലേ, അതെന്തായാലും കയറി തീരില്ല. അല്ലെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് തന്നെ അത് തീരും. അപ്പോൾ നമ്മൾ ഈ ഓരോ മെറ്റീരിയലിന്റെ ഇടയിലും പെർസെന്റേജ് കഴിയുകയാണെങ്കിൽ അതിന്റെ ക്ലാസ് വർക്ക് മെറ്റീരിയൽ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ 3 ലെയർ ആയിട്ടായിരിക്കും നിങ്ങളെ ഫൗണ്ടേഷൻ ക്ലാസ്, അതായത് 6 മാസത്തെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. ഇതിന് ശേഷം ഇത്രയും ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 3 മാസം നിങ്ങൾ അടുത്ത ഒരു ഫോക്കസ് ബാച്ചിലേക്ക് എൻട്രി ചെയ്യും. അവിടെ 75 ഡേ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. 75 ഡേ മെറ്റീരിയൽ. ഓൾറെഡി 6 മാസം ക്ലാസ് കിട്ടിയ ഒരു കുട്ടി ഓൾറെഡി ഫൗണ്ടേഷൻ നല്ല ലെവലായി കാണും. പിന്നെ അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത് ഒരു അഡ്വാൻസ് ലെവൽ സെഷൻ ആണ്. അതാണ്
3 മാസം 75 മെറ്റീരിയൽ നമ്മൾ കൊടുക്കുക. സെപ്പറേറ്റ് മെന്ററിനെയും സെപ്പറേറ്റ് ക്ലാസ്സും നമ്മൾ അലോട്ട് ചെയ്യും. ഏതെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ബാച്ചസ് വരും. എക്സാമ്പിൾ SSC CGL എക്സാം വന്നാൽ CGL ഫോക്കസ് ബാച്ചും, അല്ല CHSL എക്സാം വന്നാൽ CHSL ഫോക്കസ് ബാച്ചും നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബാച്ചിലേക്ക് എൻ്റർ ചെയ്യാൻ. 3 മാസം 6 മാസം കഴിഞ്ഞ് 3 മാസത്തെ ബാച്ചും കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബാച്ചിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ഏകദേശം ഒരു കട്ട് ഓഫ് നമ്മൾ ഫിക്സ് ചെയ്യും. ഏകദേശം 100 മുതൽ 105 വരെ ആയിരിക്കും കട്ട് ഓഫ്. 200 മാർക്കിൽ അത് ക്ലിയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ബാച്ചിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും നമ്മളുടെ ദിശ അക്കാഡമിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അക്കാഡമി ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ ഒരു ജോലി കരസ്ഥമാക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, രാജ്യത്തിനെ സെർവ് ചെയ്യാൻ, രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യാൻ, ഈ ലോകത്ത് നമ്മളുടെ രാജ്യത്തിന്റെ പെരുമ വിളിച്ചറിയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. അതിനൊരു വഴിയാണ് ഏത് ASO in MEA. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.